ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ബ്ലോഗായിട്ടാണ്. ഞാൻ പഠിക്കാനിരിക്കുന്നത് ഒരു സിറ്റ് ഔട്ടിലാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ സിറ്റ് ഔട്ടിലാണ് ഞാൻ ഇപ്പോഴും. ഇവിടെ ആ കലങ്കോലായി കിടക്കാം കേട്ടോ. കുറേ ദിവസമായി ഞാൻ അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതാട്ടോ. ഞാൻ ഇവിടെ മൊത്തമായിട്ട് നല്ല സെറ്റിലയക്കണം. എനിക്ക് വേറെ അതൊന്നും കിട്ടാതെ ഞാൻ ഇവിടെയാണ് ഇപ്പം ചെയ്യൽ. ക്രാഫ്റ്റ്, പഠിത്തം, പിന്നെ കളിക്കല് എല്ലാം ഞാൻ ഇവിടെ തന്നെ കേട്ടോ കളിക്കൽ. അപ്പം ഞാൻ അവിടെ കളിക്കണം പോകും. പിന്നെ അവിടെ ആകെ അലങ്കോലാണ്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇവിടെയൊക്കെ നല്ല വ്യൂ ആട്ടോ ഗൈസ്, നല്ല വ്യൂ ആണ്. കുറച്ച് നേരം മുമ്പ് അവിടെ സൺസെറ്റ് ഉണ്ടായിരുന്നു. മലയാണ് കേട്ടോ അവിടെ. ഈ മേഘമൊക്കെ ആ ഇതിനെ മലനെ മൂടുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ തുടങ്ങാം. എന്താ ഇപ്പം ചെയ്യുക? ഓക്കെ, ശരി. ഓക്കെ, ആദ്യം നമുക്ക് നോട്ട്സ് ബുക്കിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഇത്രയും നോട്ട് ബുക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിച്ച് 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇത്രയും നോട്ട് ബുക്സാണ് ചെയ്യാൻ മാറ്റിയില്ലേ? പിന്നെ ഉണ്ട് നോട്ട്സ് കെട്ടിക്കണ്ട് നമുക്കൊരു സ്ഥലത്തൊക്കെ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്സ് നോക്കാവേ. ഞങ്ങൾ മാത്സിൻ്റെ 1ാം പാർട്ടാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ 1ാം പാർട്ട് കഴിഞ്ഞിട്ട് പിന്നെ 1ാം പാർട്ട് ചോദിച്ചിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ചോദിക്കണത്. യൂണിറ്റ് ടെസ്റ്റിന്, എക്സാമിന് എന്തൊക്കെ കേട്ടോ ചോദിക്കാം. അപ്പോൾ പാർട്ട് 1ൻ്റെതും 2ൻ്റെതും എല്ലാം കൂടി എന്നിട്ട് കൊണ്ടുപോകണം കേട്ടോ. അതാണ് ഇതായത്. ദിസ് ഈസ് മൈ ജേർണൽ. ഞാനിവിടെ ജേർണലാണ്. ഞാൻ ഇവിടെ ജേർണലും ക്രാഫ്റ്റും ഒക്കെ ഇവിടെ ഇട്ടാ ചെയ്യുക. ഇതെല്ലാ കുത്തുകണീസുകളും ഇവിടെ ഇട്ടാ ചെയ്യുക. കുറേ ദിവസമായി ഉപയോഗിച്ചിട്ട് ഫാനുകളൊക്കെ. ദിസ് ഇസ് മൈ ബ്ലൈൻഡ് ബാഗിൻ്റെ നഖാട്ടോ, നെയിലാണ്. ഞാൻ ബ്ലൈൻഡ് ബാഗിന് വേണ്ടി ഉണ്ടാക്കിയതാട്ടോ. ഞാൻ പിന്നെ കുറേ ബ്ലൈൻഡ് ബാഗ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 6 ബ്ലൈൻഡ് ബാഗ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ ഞാൻ ബ്ലൈൻഡ് ബാഗ്സ്. ഒരു ഐസ്ക്രീമിൻ്റെ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ലബൂബു ഐസ്ക്രീം കോണ്, പിന്നെ വാട്ടർ മെലോൺ, പിന്നെന്താ ക്ലൗഡ്, അങ്ങനത്തെ കുറേ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ അങ്ങനത്തെ ഒരു ലോഡ് 5 ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് സമയം എനിക്ക് എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ എന്തെങ്കിലും ചെയ്യാതിരുന്ന അപ്പോൾ ബോറടിക്കും. അപ്പം സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നതാട്ടോ ഗൈസ്. ദിസ് ഈസ് മൈ മണി ബോക്സ്. നിങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ നല്ല വലിയ ഇതിലൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുണ്ടുമില്ല കേട്ടോ. ഒന്നും ഇട്ടകളില്ല, വെറുതെ മണി ബോക്സ് മണി ഇത് പറഞ്ഞാണ്ട് ഞാൻ നടക്കുക. ഒന്നും ഇട്ടക്കലില്ല. നമുക്ക് ഇനിയുണ്ട് കുറേ വൃത്തിയാക്കാൻ. ഇത്രയും ബുക്സ് മുൻപ് കാണാതായ പേന പോലും എനിക്ക് കിട്ടിയിട്ടോ ഗൈസ്. ഇത് നമ്മൾ ബുക്കിൻ്റെ ഉള്ളിലൊക്കെ വെക്കുമ്പോൾ
കാണാതാവും. അങ്ങനത്തെ എൻ്റെ അന്നത്തെ കുറേ സാധനങ്ങൾ കാണാതായിട്ട്. നല്ല ബൂബു സ്റ്റിക്കറാട്ടോ. ഞാൻ കുറേ ആഗ്രഹിച്ചതാണ്, പക്ഷെ എനിക്ക് 2 കിട്ടിയതുള്ളൂ. A4 ആകെ 2 A4 ഉള്ളൂ. ഓരോരുത്തർക്കും 5 A4 ആണ്. എനിക്ക് കിട്ടുന്ന ആദ്യമുള്ള A4 അങ്ങനത്തെ എടുക്കുക. അപ്പോൾ അത് അവിടെ ഏകദേശം സെറ്റിലായിട്ടുണ്ട്. ഇത് ഞാൻ ടീച്ചറും കുട്ടിയും കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇത് പിന്നെ ഞാൻ ബോർഡായിട്ട് ഉപയോഗിക്കുന്ന പേപ്പറാണ് കേട്ടോ. ടാപ്പ് ഒട്ടിച്ചിട്ട് ബോർഡായിട്ട് അത് ഉപയോഗിക്കുന്നതാണ്. അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആക്കി വെക്കാം. അപ്പോൾ അത് അവിടെയൊക്കെ ഏകദേശം സെറ്റിലായി. ഗ്യാസ് നിങ്ങൾ വിചാരിച്ചിട്ട് നല്ലൊരു ഇതാണ്, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുന്തുമില്ല കേട്ടോ. വെറുതെ ഷോക്ക് വെക്കുന്നതാണ്. സ്കൂളത്തെ ബാഗ് വന്ന് നേരെ ഇവിടെ കാര്യം പൊട്ടുക. അവിടെ ഇവിടെ ആയിട്ട് പഠിക്കാൻ നടക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം സെറ്റിലായിട്ട് നമുക്ക് ടൈം ടേബിൾ എടുത്ത് വെക്കാം. എന്ത് ഓക്കെ. ഇനി നമുക്ക് ടൈം ടേബിൾ ആക്കി വെക്കുന്നതിൻ്റെ മുമ്പ് നമുക്കൊന്നുകൂടെ ഇതാക്കി കൊടുക്കട്ടെ. എൻ്റെ കവായ് സ്റ്റിക്കേഴ്സ് ആട്ടോ അത്. കാരണം ഒതുക്കി വെക്കാം. അവിടെയൊക്കെ നിലത്ത് ഇപ്പോൾ തരുമ്പോഴേ കിട്ടുള്ളൂ, ഇനി കിട്ടൂല. ഇത് ഞാൻ കളിക്കുന്ന വടിയാട്ടാ കാണുന്നത്. ഇത് കണ്ടോ, നല്ലൊരു മരത്തിൻ്റെ ഉള്ള വടിയാണ്. പക്ഷെ ശരിക്കും ഇത് തുറക്കണ കോലാണ്. ഇത് അതിന് പൊട്ടിയപ്പോൾ എടുത്തിട്ടാട്ടെ ഗൈസ്. ഇങ്ങോട്ടൊക്കെ അടിച്ചു വാരാണ് കേട്ടോ. അടിച്ചു വാരാം. നോക്കാം എപ്പോഴൊക്കെ കിട്ടണേ. എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യം അടിച്ചോരി എന്നിട്ട് അടിച്ചോരി കഴിയുമ്പോൾ കൂട്ടി വെക്കുമ്പോൾ ഉണ്ടാവും നമ്മളെ കാണാതെ പോയ എല്ലാ സാധനങ്ങളും എന്നിട്ട് കിട്ടും. അടിച്ചോടുമ്പോഴേക്കാരും കിട്ടുക. എത്ര തിരഞ്ഞാലും ആവശ്യത്തിനത് കിട്ടൂല. പിന്നെ നമ്മൾ ഇതാക്കി ആ ദിവസമൊക്കെ ആ വർക്ക് ചെയ്യേണ്ട ദിവസമൊക്കെ കഴിഞ്ഞ് ഇതാക്കുമ്പോഴേക്കാരും കിട്ടുക. എനിക്കന്ന് കുറേ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അപ്പം നമ്മളിതാ ഇവിടെയൊക്കെ ഒന്ന് ഇതായി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ഷെയ്ഡിയായില്ലേ, ഇപ്പോൾ കുറേ വൃത്തിയായി. ഇനി നമുക്ക് ടൈം ടേബിൾ എടുത്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ കൊണ്ടാണ്. ഒരു ലോഡ് ബുക്കുണ്ട് കേട്ടോ, ഒരു ലോഡ് ബുക്കുണ്ട്. പിന്നെ ഒരു 15 എത്രയൊക്കെ നോട്ട് ബുക്കും. അപ്പോൾ ഇതും കൂടി കുറേ ഉണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചോറ്റും പാത്രം വെള്ളക്കുപ്പിയും അതൊക്കെ കൂടി തോളക്കേറ്റുമ്പോൾ വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ?
ഇത് എനിക്ക് ക്യൂസിന്ന് കിട്ടിയതാട്ടോ. ഇതാ ഇതെനിക്ക് ക്യൂസിന്ന് കിട്ടിയതാട്ടോ. 9.5 മാർക്കാണ്. ശരിക്കും 10ൽ 10ആണ് കിട്ടേണ്ടത്, പക്ഷെ 9.5ആണ്. പക്ഷെ എന്നാലും ഞാൻ ജയിച്ചു. 9ഉം 9.5യും 10 ആയിരുന്നു കേട്ടോ വിജയാവ. അപ്പം ഇട്ടുള്ളൂ. ഇപ്പം ടൈം ടേബിളൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇപ്പം ഇത് അവിടെ ആകെ ഇതായിട്ടോ, അവിടെ ആകെ ഒന്ന് പൊത്തിന് ചെറുതായിട്ട് മഴ ചാറുന്നു കേട്ടോ. അപ്പം എല്ലാം എടുത്ത് താഴ്ത്ത് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ മഴ കൊണ്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിനോട് ടാറ്റ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പം നിങ്ങളോടും ടാറ്റ പറയണം. ബൈ ബൈ. എന്താ പൊട്ടാത്ത?